നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് നോക്കാം. കിച്ചൺ ഏരിയയിൽ നമ്മുടെ മസ്താനി, അതേപോലെ നെവിൻ, അനുമോള്, ലക്ഷ്മി ഇവരൊക്കെ ചർച്ച നടത്തുകയാണ്. അപ്പോഴും മസ്താനി ചോദിക്കുന്നുണ്ട്, നിനക്കിവിടെ ഏറ്റവും കൂടുതൽ ജെന്യൂൻ ആയിട്ട് തോന്നിയിട്ടുള്ളത് ആരെയാണെന്ന് നമ്മുടെ നെവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. നെവിൻ പറയുന്നുണ്ട്, എനിക്കിവിടെ അത്രയും ജെന്യൂൻ ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ അനീഷേട്ടനെ ആയിരുന്നു. ഇടയ്ക്കൊക്കെ ആണ് തോന്നിയിട്ടുള്ളത്, പക്ഷേ ചില സമയത്തേക്ക് അത് ഫേക്ക് ആണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ അത്രയും ജെന്യൂൻ ആണെന്ന് പിന്നെ തോന്നിയിട്ടുള്ളത് നമ്മുടെ ഒനീലിനെയാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മുടെ മസ്താനി ചോദിക്കുന്നുണ്ട്, ഏറ്റവും ഫേക്കായിട്ട് തോന്നിയിട്ടുള്ളത് ആരെയാണെന്ന് ചോദിക്കുമ്പോൾ അതവിടെ ദോശ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ അനുമോള്, അവളെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോഴേ മസ്താനി പറയുന്നുണ്ട്, നീ സീരിയസ് ആയിട്ട് പറ എന്നൊക്കെ നമ്മുടെ മസ്താനി പറയുന്നുണ്ട്. അപ്പോഴേ അങ്ങനെ പറയുവാണെങ്കിൽ നമ്മുടെ അപ്പാനിയാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ ഇവിടെ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് സംസാരിച്ചതിലും പിന്നെ ഇവിടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ തോന്നുമ്പോൾ എനിക്ക് ഫേക്കായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പാനിയെ തന്നെയാണെന്ന് നെവിൻ പറയുന്നുണ്ട്. ഇതിനിടെ ലക്ഷ്മി ഒരു കാര്യം പറയുന്നുണ്ട്, നമുക്ക് ഏറ്റവും ഫേക്കായിട്ടുള്ള ഒരാളെ ഒരിക്കലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. അത് സത്യമാണ് കേട്ടോ. കാരണം നമുക്ക് ഏറ്റവും ഫേക്കായിട്ടുള്ള ഒരാളെ അത്ര വേഗമൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ. ലക്ഷ്മി ഈ പറഞ്ഞത് വളരെ ശരിയാണ്. യഥാർത്ഥ ഫേക്കിനെ ഒന്ന് കണ്ടുപിടിക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ.